ലൈഫിൽ ആകെപ്പാടെ പ്രശ്നം പറ്റിയിരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ ആ പഴയ കാലഘട്ടത്തിലേക്ക് ഒരു ടൈം ട്രാവൽ നടത്താനായി അവസരം കിട്ടിയാലോ? അത്തരമൊരു അവസരം അപ്രതീക്ഷിതമായി കിട്ടിയ നമ്മുടെ കഥാനായിക അവളുടെ ലൈഫ് എങ്ങനെ മാറ്റിമറിച്ചു എന്നത് വളരെ രസകരമായി പറഞ്ഞ 2022 റിലീസായ ഷൈനിങ് ഓൺ വൺ തിങ് എന്ന വളരെ രസകരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് ഒരു പയ്യൻ നല്ല കാറ്റും മഴയൊക്കെ ഉള്ള ഒരു ദിവസം ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന കാഴ്ച കാണിച്ചുകൊണ്ടാണ്. ആരാണ് ആ പയ്യൻ എന്നൊന്നും അറിയില്ല, പക്ഷെ അവനൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ് എന്ന് മാത്രം യൂണിഫോം കണ്ട് മനസ്സിലാക്കാം. എന്തായാലും ആ ഒരു സംഭവം അങ്ങനെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ ലിന്നിനെയാണ്. ലിൻഡെ ഇപ്പോ രാവിലെ തന്നെ ഭയങ്കര ഹറിബറിയായി അവളുടെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ജോലിക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഒരുവിധം റെഡിയായി ബസ്സിൽ ചെന്ന് കയറി നിൽക്കുമ്പോഴും അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എന്റെ പേര് ലിൻ, എനിക്ക് 30 വയസ്സാകാറായി, പക്ഷെ എന്റെ ലൈഫിൽ ഒന്നും തന്നെ ഇതിനിടയിൽ ശരിയായി നടന്നിട്ടില്ല. എല്ലാം പ്രശ്നങ്ങളാണ്. ആക്ച്വലി മുന്നേ നിങ്ങൾ കേട്ടില്ലേ എന്റെ അലാം അടിക്കുന്നത്, അതും എന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം വളരെ പ്രിഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷെ ആ ഒരു സംഭവം നടക്കുന്നത് വരെ ആ ഒരു സംഭവമാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് എന്നവൾ ഓർത്ത് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അവളുടെ ലൈഫിൽ നടന്ന ഒരു കാര്യം നമ്മൾ കാണുന്നത്. ആക്ച്വലി ആ സമയത്ത് ലിൻ സാൻ എന്ന അവളുടെ ബോയ് ഫ്രണ്ടുമായി റിലേഷൻഷിപ്പിലായിരുന്നു. അവരുടെ റിലേഷൻ വെഡിങ് വരെ എത്തി നിൽക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം വളരെ അപ്രതീക്ഷിതമായി അവൻ അവളോട് ഇത് ശരിയാവില്ല, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം, കല്യാണം ക്യാൻസൽ ചെയ്യാം എന്ന് അറിയിക്കുകയാണ്. അതും കല്യാണം പ്ലാൻ ചെയ്ത ഡേറ്റിന് ഏതാണ്ട് 2 ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അവൻ ഈ കാര്യം അവളോട് പറയുന്നത്. അവൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളാകട്ടെ പിന്നീട് അവന്റെ പുറകെ കുറേ നടന്നു നോക്കി, പലതും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കി. പക്ഷെ അവൻ അവളോട് ഒരു താല്പര്യം ഇല്ലാതെ ഒഴിഞ്ഞു മാറുകയാണ്. അവൾ ഭയങ്കര സങ്കടത്തിലാവുന്നുണ്ട്. ഈ സങ്കടപ്പെട്ട് മാത്രം ഇരിക്കാൻ പറ്റുമോ? അതിന്റെ ഇടയിൽ ജോലിക്ക് പോകണ്ട. അങ്ങനെ അതും ഇതും എല്ലാം കൂടി ഒരുവിധം അവൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ജോലി എന്ന് പറഞ്ഞ ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ മുന്നിൽ കാർട്ടൂൺ ക്യാരക്ടറായി ഡ്രസ് ചെയ്ത് നിന്ന് അവിടെ വരുന്ന കുട്ടികളൊക്കെ എന്റർടൈൻ ചെയ്യിക്കലാണ് അവളുടെ ജോലി. എന്തായാലും ആ ജോലിക്കിടയിൽ ഫ്രീ ടൈം കിട്ടി അവൾ ഫോൺ നോക്കുമ്പോഴും അപ്പോഴും ജാങ്ങിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, നീയുമായിട്ട് എനിക്ക് സെറ്റ് ആവില്ല, നമ്മൾ ബ്രേക്കപ്പ് ആണ്, ഒന്നും പഴയതുപോലെ ആവുമെന്ന് വിചാരിക്കേണ്ട, ആക്ച്വലി ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, നീയാണ് എന്റെ പിറകെ നടന്ന് എന്നെ ടോർച്ചർ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുന്നതും കൂടി കണ്ടവൾ വീണ്ടും അപ്സെറ്റ് ആവുന്നുണ്ട്. 8 വർഷത്തെ റിലേഷൻഷിപ്പാണ് ഇവരുടേതെന്നാണ് അവൾ കരുതിയിരുന്നത്. പക്ഷെ അവളാണ് അവന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയെന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അവൾ അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞ് നല്ലവണ്ണം ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി വീട്ടിലേക്ക് പോകും വഴി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴേക്കും അവിടെ ഒരാൾ ചൂണ്ടയിട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഇവളീ സങ്കടപ്പെട്ടൊക്കെ പുലമ്പി നിൽക്കുന്ന കണ്ടയാൾ എന്താ ബ്രേക്കപ്പ് ആണോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് കിട്ടേണ്ടതേ നമുക്ക് കിട്ടൂ, ഇവിടെ ഇരുന്ന് ചൂണ്ടയിട്ടു എന്നും പറഞ്ഞ് വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ മീൻ കിട്ടുമോ? ഇല്ല, എത്ര ശ്രമിച്ചാലും മീൻ കിട്ടാത്തവരും ഉണ്ട്. നമുക്ക് കിട്ടേണ്ടതല്ലേ കിട്ടൂ. അയാളുടെ കയ്യില് ചൂണ്ടയിടാനുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അവളെ ഏൽപ്പിച്ച അയാൾ ഇവിടെ ഇരുന്നൊന്ന് ചൂണ്ടയിട്ട് നോക്ക്, പിന്നെ നിന്റെ ലൈഫിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ളതല്ല, അത് പാസ്റ്റിലുള്ളതാണ്, അത് മാറിയാൽ റെഡിയാവുമെന്നും പറഞ്ഞ് അയാൾ അവളോട് സംസാരിക്കുമ്പോൾ ഇയാളെന്തിനാ തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മനസ്സിലാവാതെ അവൾക്കൊന്ന് പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ചുറ്റിനും ഒന്ന് നോക്കിയിട്ട് തിരിയുമ്പോഴേക്കും ചുറ്റിനും ആരും ഉണ്ടായിരുന്നില്ല. മുമ്പ് നിന്ന് അയാളെ കാണുന്നില്ല. എന്തെങ്കിലും നടക്കുന്നതെന്നെ അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അയാൾ കൊടുത്ത ആ ചൂണ്ടയും കാര്യങ്ങളും കുഞ്ഞു മീനെയൊക്കെ അവിടെ അങ്ങനെ കളഞ്ഞിട്ട് പോകാതെ അവൾ അതും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. വീട്ടിലെത്തുമ്പോഴേക്കും അമ്മ അവിടെ കലി തുള്ളി നിൽപ്പുണ്ടായിരുന്നു. നീ ഇങ്ങനെ ഡ്രിങ്ക്സ് അടിച്ച് നടന്നാ എങ്ങനെ ശരിയാവും? അധികം വൈകാതെ നിന്റെ കല്യാണം, ആ ചിന്ത വല്ല നിനക്കുണ്ടോന്നൊക്കെ അമ്മ അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അവളാകട്ടെ മറുപടി ഒന്നും പറയാതെ വിഷമത്തിൽ തന്നെ റൂമിലേക്ക് ചെല്ലുമ്പോൾ റൂം നിറച്ച് അവളുടെയും ബോയ് ഫ്രണ്ട് ആയിരുന്ന സാനിന്റെയും കുറെ ഫോട്ടോസ് ഒക്കെ കാണാം. അവൾക്ക് മുന്നേ പഠിക്കുന്ന ടൈം തൊട്ടേ അവനെ ഇഷ്ടമായിരുന്നല്ലോ. 8 വർഷത്തെ റിലേഷൻഷിപ്പ് ആണെന്നല്ലോ അവൾ പറഞ്ഞത്. അപ്പൊ അത്രയും നാളത്തെ അവളുടെ സ്നേഹം മുഴുവൻ ഇവിടെ അവൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ ആ ഒരു സ്നേഹം അവളോട് ഇല്ലായിരുന്നല്ലോ. അവരുടെ വെഡിങ്ങിന് വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ കാർഡ് പോലും റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് അവൻ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അവളെ ബ്രേക്കപ്പ് ചെയ്തത്. അവളായിട്ട് ആ കാര്യം വീട്ടിൽ അറിയിച്ചിട്ടില്ല. എങ്ങനെങ്കിലും ഇത് റെഡിയാവും, അവൻ എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞാവും മാറും എന്ന പ്രതീക്ഷയിൽ. പക്ഷെ അവൻ അമ്പിനും വില്ലിനും അടുക്കുന്ന മട്ടിൽ അവളെ വേണ്ട എന്ന ഉറച്ച തീരുമാനത്തിലാണ്. ഭയങ്കര ഇമോഷണൽ ആവുന്ന അവൾ അവളുടെ സ്കൂൾ യൂണിഫോം എടുക്കുന്നു, സ്കൂളിൽ പഠിച്ചിരുന്ന ടീം യൂസ് ചെയ്തിരുന്ന പഴയ മൊബൈൽ എടുക്കുന്നു. അവൾ വേഗം തന്നെ ഒരു ഫോട്ടോ എടുത്ത് അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് ഞാൻ നിനക്ക് വേണ്ടി നമ്മൾ പഠിച്ചിരുന്ന സ്കൂളിൽ വെയിറ്റ് ചെയ്യും, നീ വരണം, എനിക്കൊന്ന് കണ്ട് സംസാരിക്കണമെന്ന്. നാളെ നേരിൽ കണ്ട് ഈ പ്രശ്നം സോൾവ് ആയെങ്കിൽ ശരി, നല്ല രീതിക്ക് മുന്നോട്ട് പോകാം. ഇനി അപ്പോഴും അവൻ തന്നെ വേണ്ട എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നെങ്കിൽ ശരി, ഇത് വേണ്ടാന്ന് വെക്കാവുന്ന മനസ്സിലൊരു തീരുമാനം എടുത്താണ് അവൾ അങ്ങനെ അടുത്ത ദിവസം യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ടീമാകട്ടെ അവൾ ആ പഴയ ഫോൺ എടുത്ത് നോക്കുന്നുണ്ടല്ലോ, അതിൽ അവൾ അറിയാതെ ഒരു മെസ്സേജ് ഡിലീറ്റ് അടിക്കുന്നു. അവൾ മുന്നേ സാനിന് അയച്ചിരുന്ന ഒരു മെസ്സേജ് ആണ് അറിയാതെ ഡിലീറ്റ് ആവുന്നത്. പക്ഷെ ആ ടീം പെട്ടെന്ന് അവിടെ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്ന കണക്ക് അവൾക്ക് തോന്നുന്നുണ്ട്. സ്കൈ ഒക്കെ ഇരുണ്ട് ഇപ്പൊ മഴ വരുന്ന ഒരു രീതി ആവുന്നുണ്ട്. അയ്യോ, എന്റെ ഈ കുടയില്ലല്ലോ എന്ന് അവൾ ചിന്തിക്കുമ്പോഴേക്കും ഒരു പയ്യൻ അവൾക്ക് കുട കൊണ്ട് കൊടുക്കുന്നു. അത് സാനാണെന്ന് കരുതി അവൾ നോക്കുമ്പോഴേക്കും സാനല്ല, വേറൊരു പയ്യനാണ്. ആരാ ഇതെന്ന് മനസ്സിലാവാതെ അവൾ നിൽക്കുമ്പോഴേക്കും സാൻ അവിടെ വരുന്നത് കണ്ട് അവൾ വേഗം ഈ പയ്യനെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ട്. അവൾ വിളിച്ചപ്പോ അവൻ വന്നത് കണ്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി അവൻ താനുമായി റിലേഷൻഷിപ്പിൽ
നിൽക്കാൻ തയ്യാറാണ് എന്ന് കരുതി അവൾ ഹാപ്പിയായി ചെല്ലുമ്പോഴേക്കും അവനാകട്ടെ അവൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കും പറയും മുന്നേ തന്നെ എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്, ഒന്ന് വെറുതെ വിടുമോ എന്നൊക്കെ അവളോട് ഭയങ്കര ഷൗട്ട് ചെയ്ത് അവിടെ നിന്ന് പോവാണ്. അവൾക്ക് ഭയങ്കര സങ്കടാവുന്നുണ്ട്. അവൾ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനായി ബസ്സിലിരിക്കുന്ന ടീം എന്തായാലും അവൻ ഇപ്പോഴും തന്നെ റിജക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോ അവന്റെ പുറകെ നടക്കണ്ട, എല്ലാം മറന്നേക്കാന്ന് കരുതി അവൾ ഫോൺ എടുക്കുന്നുണ്ട്. അതിനകത്ത് പഴയ മെസ്സേജസ് കുറെ ഉണ്ടല്ലോ, അതിങ്ങനെ ഓരോന്ന് അവൾ ഡിലീറ്റ് ചെയ്യാനായി തുടങ്ങുമ്പോഴേക്കും വീണ്ടും ഇവിടെ എന്തോ ഒരു മാറ്റം നടക്കുന്ന കണക്കുണ്ട്. നോക്കുമ്പോ അവളുടെ സീറ്റിന്റെ തൊട്ട് പുറകെ മുന്നേ അവൾക്ക് കുട കൊടുത്ത പയ്യൻ ഇരിക്കുന്നു. ഇത്രയും നേരം അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൻ ഇരിക്കുന്നത് കണ്ടവൾ അവൻ ആരെന്താന്ന് അറിയില്ലല്ലോ, പക്ഷെ മുന്നേ അവൻ കൊട കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഓർമ്മയ്ക്ക് നീയല്ലേ എനിക്ക് മുന്നേ കൊട തന്നതെന്ന് ചോദിക്കുമ്പോ ഞാനോ എനിക്കറിയില്ല എന്ന മട്ടിൽ അവൻ പറയുമ്പോഴേക്കും അവൾക്ക് ഇറങ്ങണ്ട, സ്റ്റോപ്പ് ആവുന്നുണ്ട്, നല്ല മഴയും പെയ്യുന്നുണ്ട്. അവൾ കുട കയ്യിലില്ലാത്തത് കൊണ്ട് തന്നോട് കുട ചോദിക്കുകയാണെന്ന് കരുതി അവൻ വേഗം തന്നെ കയ്യിലുള്ള കുട അവൾക്ക് കൊടുക്കുന്നു. കയ്യിൽ വേറെ കുടയില്ലാത്തത് കൊണ്ടും നല്ല മഴയായിരുന്നത് കൊണ്ടും അവൾ ആ കുട മേടിച്ച് ബസ്സിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്തോ ഒന്ന് അവളുടെ മനസ്സിൽ ഒരു പന്തികേടായിട്ട് തോന്നുന്നുണ്ട്, എന്തോ ഒന്ന് മാറ്റം സംഭവിക്കുന്ന കണക്ക്. എന്തായാലും അത് മൈൻഡ് ചെയ്യാതെ അവൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്കും ആ കുട കൊടുത്ത പയ്യനും ഇപ്പൊ ബസ്സിൽ നിന്ന് ഇറങ്ങി അവളെ തന്നെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. ആ സമയത്താണ് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ബോർഡിൽ 2010 എഴുതിയിരിക്കുന്നത് നമ്മൾ കാണുന്നത്. 2010 കോളേജ് എൻട്രൻസ് എക്സാമിന്റെ ഒരു പരസ്യമായിരുന്നു അത്. കൂടാതെ അവൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വീട് അടിമുടി ഒരു മാറ്റം ഉണ്ട് കേട്ടോ. വീട്ടിലെ അകത്തുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ടിവിയില് അതേ 2010 കോളേജ് എൻട്രൻസ് എക്സാമിന്റെ ന്യൂസ് പ്ലേ ആയിരിക്കുന്നു. അവളുടെ ബെഡ്റൂമിലൊക്കെ പണ്ട് അനീമിന്റെ കുറെ പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിച്ചു വെച്ചിരുന്നു, അതേ കണക്ക് തന്നെ ഇപ്പൊ ഉണ്ട്. അവൾ പക്ഷെ ആകെ സങ്കടപ്പെട്ടല്ലേ വീട്ടിലേക്ക് വന്നു കയറിയത്. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളൊന്നും തന്നെ അവളുടെ ശ്രദ്ധയപ്പെടുന്നില്ല. അവൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ചുറ്റിനുള്ള ഒന്നും ശ്രദ്ധിക്കാതെ ബെഡിൽ വന്ന് കിടന്ന് ഇങ്ങനെ കിടക്കാണ്. ഒരു ചെറിയ മയക്കത്തിലേക്ക് അവൾ പോകുന്നുണ്ട്. പെട്ടെന്ന് ഫോണിലെ മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ട് അവൾ ഫോൺ എടുക്കുമ്പോഴേക്കും ആ 2010 വീണ്ടും അവൾ 2020 കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. നോക്കുമ്പോൾ അതില് സ്കൂൾ റിയൂണിയന്റെ ഒരു മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും അതിൽ സെൻഡ് ആയിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് നോക്കുന്ന അവൾ കുറച്ചു മുന്നേ അവൾക്ക് കൊട കൊടുത്ത ആ പയ്യനില്ലേ അവനെ കാണുന്നുണ്ട്. ഇവൻ എന്റെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നോ എന്ന് ചിന്തിച്ചവൾ അവളുടെ ഫ്രണ്ടുമായിട്ട് ആ പയ്യനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ചാറ്റിലൂടെ. ആ ടീമാണ് അവർ പഠിച്ചിരുന്ന ഇയറിലെ ടോപ്പ് സ്റ്റുഡന്റ് ആയിരുന്നു എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അവന്റെ പേര് സാങ് എന്നാണ്. എന്തായാലും അവൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അവൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി അവൻ കൊടുത്ത കുട അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോ കാണുന്നില്ല. അതെ ഞാൻ മുന്നേ മഴ പെയ്തപ്പോ കുടയും കൊണ്ടാ വന്നത്, ആ കുട എവിടെയെന്നൊക്കെ അവൾ തിരക്കുമ്പോ മഴയോ നല്ല വെയിലാ പുറത്ത്, ഒരു മഴയില്ലാന്ന് അവളുടെ ബ്രദർ പറയുന്നുണ്ട്. അപ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്നു. ചെന്ന് നോക്കുമ്പോ സാൻ ആണ്, അവളുടെ ആ ബോയ് ഫ്രണ്ട്, കല്യാണം വേണ്ടാന്ന് ഇപ്പൊ തീരുമാനിച്ച ആ ബോയ് ഫ്രണ്ട് ആണ് വന്നിരിക്കുന്നത്. അവനാകട്ടെ അവളെ കണ്ടപാടെ നിന്റെ കുറച്ച് ഐറ്റംസ് എന്റെ കയ്യിലുണ്ടായിരുന്നു, അത് തിരിച്ചു വരാൻ വന്നതാണെന്ന് പറയുമ്പോഴേക്കും അവൾക്കറിയാലോ ഇവന് തന്നെ വേണ്ടെന്ന്. പക്ഷെ അവളത് വീട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ. അവളുടെ ബ്രദറായിട്ട് ഇവനെ കണ്ട് അകത്ത് കയറി വന്നൊക്കെ പറഞ്ഞ് അളിയനല്ലേ പെങ്ങളെ കെട്ടാൻ പോലെ അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ വിളിക്കുമ്പോ സാൻ അകത്ത് വരാൻ തയ്യാറല്ല. ഇവിടെ ഒരു സീൻ ഉണ്ടാക്കേണ്ടെന്ന രീതിക്കാണ് ലിൻ നിൽക്കുന്നത്. പിന്നെ ലിൻ അവിടെ സാനിനോട് സംസാരിക്കുമ്പോഴാണ് അവൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. മുന്നേ ഇവൻ സ്കൂളിൽ വെച്ച് അവളോട് ഷൗട്ട് ചെയ്തിരുന്നില്ല. ആക്ച്വലി സ്കൂളിലേക്ക് ഇവനെ വിളിച്ചെങ്കിലും ഇവൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന രീതിക്കാണ് അവൻ ഇപ്പൊ പറയുന്നത്. അതും കൂടി കേൾക്കുമ്പോ അവൾക്ക് അപ്പൊ താൻ സ്കൂളിൽ പോയതും ആ പയ്യനെ കണ്ടതും ആ കൂടെ കിട്ടിയതും ഒക്കെ എന്തായിരിക്കും എന്നൊരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്നത്. എന്തായാലും അവൾ സാനിനെ അവിടുന്ന് ബ്രദർ അകത്തേക്ക് വിളിക്കാതെ ഒരുവിധം മാനേജ് ചെയ്ത് കഥ അടച്ചു വെക്കുന്നുണ്ട്. ആ ടീമാണ് ബ്രദർ അവിടെ ഒരു ടൈം ട്രാവൽ മൂവി കണ്ടുകൊണ്ടിരുന്നത് അവൾ കാണുന്നത്. അപ്പോഴാണ് ആ ഒരു കാര്യം അവൾക്ക് സ്ട്രൈക്ക് ആവുന്നത്. ഒരു പക്ഷേ തനിക്ക് കുറച്ചു മുന്നേ നടന്നത് ഒരു ടൈം ട്രാവൽ ആയിരിക്കോ, താൻ ഈ കാലഘട്ടത്തിൽ നിന്ന് തന്റെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് ചെന്നതായിരിക്കും ആ സംഭവം എന്ന ആകെപ്പാടെ ഒരു ഡൗട്ട്. അവൾ കാര്യങ്ങളൊന്ന് റീവൈൻഡ് ചെയ്യുമ്പോഴേക്കും സാനിനെ കാണാൻ വേണ്ടി സ്കൂളിലേക്ക് പോയിരുന്നു. അപ്പോൾ ആ ഫോൺ എടുത്ത് അതിലെ പഴയ ഒരു മെസ്സേജ് ആദ്യം അവളുടെ കൈ തട്ടി അറിയാതെ ഡിലീറ്റ് ആയിരുന്നു. ആ ടീം ചുറ്റിനൊരു മാറ്റം നടന്നതും പിന്നീട് അവിടെ സംഭവിച്ച കാര്യങ്ങളും അതിനുശേഷം അവിടുന്ന് ബസ്സിൽ കയറി കഴിഞ്ഞ് വീണ്ടും ഒരു മെസ്സേജ് അവൾ ഡിലീറ്റ് അടിച്ചപ്പോൾ അവിടെയും കുറച്ച് കാര്യങ്ങൾ നടന്നതും ഒക്കെ ഇപ്പൊ കൂട്ടിച്ചേർത്ത് വായിക്കുന്ന അവൾക്ക് ടൈം ട്രാവൽ തന്നെയാണ് നടന്നത് എന്ന് ഉറപ്പാവുന്നുണ്ട്. ഈ ഫോണിലെ പഴയ മെസ്സേജ് ഡിലീറ്റ് അടിക്കുന്നതാണ് അതിനൊരു നിമിത്തമായി മാറിയതെന്ന് തോന്നുന്ന അവൾ വേഗം ഫോൺ എടുത്ത് അതേ കണക്ക് മെസ്സേജ് ഡിലീറ്റ് അടിക്കുമ്പോൾ ആദ്യം ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നവൾ നിരാശപ്പെടുമ്പോഴേക്കും അവളുടെ പ്രതീക്ഷ കണക്ക് തന്നെ ടൈം ട്രാവൽ ചെയ്ത് 10 വർഷം പിറകിലേക്ക് പോകുന്നുണ്ട്. അവളുടെ ആ ഒരു മനോഹരമായ സ്കൂൾ കാലഘട്ടത്തിൽ വന്നു നിൽക്കുന്ന അവൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. അപ്പോ ഇതിലൂടെ എന്റെ ലൈഫില് ചില കാര്യങ്ങൾ എനിക്ക് മാറ്റാൻ പറ്റുമല്ലേ എന്ന് അവൾ ചിന്തിക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സാനിന്റെ ഫ്രണ്ട്സിന്റെ വരവ്. സ്കൂളിൽ വെച്ചേ സാനിന്റെ പുറകെ ആയിരുന്നല്ലോ ലിൻ. അവൻ ആ ഒരു ഉച്ചം അവളോട് നന്നായിട്ടുണ്ട്. കൂട്ടുകാരും നിന്റെ പുറകെ വായി നോക്കി കിടക്കുന്ന പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ടാ എന്ന് അവളെ നോക്കി കമന്റ് അടിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് എത്തി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ നടക്കല്ലെന്ന്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് മൈൻഡ് ആക്കാതെ പോകുമ്പോഴേക്കും അയ്യോ ആർക്ക് നടക്കണം നിന്റെ പുറകെ എന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ അവൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പണ്ടത്തെ അവളാണെങ്കിൽ അവന്റെ പുറകെ തന്നെ നടന്നേനെ. പക്ഷെ ഇവൻ എത്ര അവന്റെ പുറകെ നടന്നാലും അവളെ തിരിച്ച് സ്നേഹിക്കില്ലാന്ന് ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായിരുന്നല്ലോ. വിവാഹത്തിന് ഏതാണ്ട് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ പോലും അവളെ ബ്രേക്കപ്പ് ചെയ്ത് പോയ ഇവനെ ഇനി ഒരിക്കലും തന്റെ ലൈഫിൽ അടുപ്പിക്കരുത്, അങ്ങനെ ഒരു വിവാഹത്തിന്റെ വക്ക് വരെ ഇവരുടെ റിലേഷൻ വീണ്ടും എത്തുന്ന രീതിയിൽ താൻ മണ്ടത്തരൊന്നും കാണിക്കരുത് എന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു മനസ്സായിരുന്നു അവളുടേത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവനെ പറയുന്ന കേൾക്കുമ്പോ ആർക്ക് വേണം നിന്നെ എന്നൊരു പുച്ഛമായിരുന്നു. എന്തായാലും
എന്തായാലും തനിക്ക് സംഭവിക്കുന്നത് ടൈം ട്രാവൽ ആണെന്ന് ആ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ അവളിപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയി ആ ഒരു ലൈഫ് ഒന്നുകൂടെ ജീവിക്കാൻ പറ്റിയതിന്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഹാപ്പി ആയി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അവളുടെ പേരൻസ് ഒക്കെ നാളെയാണ് കോളേജ് എൻട്രൻസ് എക്സാം, നീ ഇങ്ങനെ പഠിക്കാതെ കറങ്ങി നടക്കുകയാണോ എന്നൊക്കെ അവളോട് ചോദിക്കുമ്പോഴാണ് അച്ഛനെയും അമ്മയും വീണ്ടും കുറച്ചുകൂടെ ചെറുപ്പായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ വീണ്ടും കാണാൻ പറ്റിയ സന്തോഷമൊക്കെ അവൾക്ക് അയ്യോ നാളെയാണോ കോളേജ് എൻട്രൻസ് എക്സാം എന്ന ഒരു രീതിക്ക് ടെൻഷനായി മാറുന്നത്. ഈ എൻട്രൻസ് എക്സാമിൽ നല്ല മാർക്ക് മേടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്താലേ അവളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആവും. പക്ഷെ ഇന്നിപ്പോ നാളെ എക്സാം ആണെന്ന് അറിയുന്നവൾ എന്ത് പഠിക്കാനാ, അവൾക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. എനിക്ക് എക്സാം എഴുതണ്ട അതൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയും അവളെ പിടിച്ചു കെട്ടി എക്സാം എഴുതിക്കാനായി കൊണ്ടുപോകുന്നു. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ മനസ്സില്ലാ മനസ്സോടെ പോയിരിക്കുന്ന അവൾ അവിടെ തൊട്ടടുത്ത് അവൾക്ക് കുട കൊടുത്ത അവളുടെ സ്കൂളിലെ തന്നെ ടോപ്പർ എന്ന് അവൾക്ക് ഇപ്പൊ ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ മനസ്സിലായ ആ സാങ് നിൽക്കുന്നത് കണ്ട് അവൾ അവനുമായിട്ട് കൂട്ടുവിടാൻ വേണ്ടി ഭയങ്കര പരിചയം കണക്ക് അടുത്ത് പോയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഇവളെ വലിയ പരിചയം കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവളെന്തേ സംസാരിക്കുന്നത് മട്ടില് അന്തം വിട്ടാണ് അവൻ നോക്കുന്നത്. എനിക്ക് കൂടെ തന്നിരുന്നില്ലേ, എന്നെ മനസ്സിലായില്ലേ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഈ പഠിക്കുന്ന പയ്യനല്ലേ ഇവൻ, അപ്പോ ഇവനോട് കമ്പനി അടിച്ചാല് കോളേജ് എൻട്രൻസ് എക്സാമിന് അത് ഗുണമാവുന്ന രീതിക്കാണ് അവൾ മിണ്ടാൻ നോക്കിയതെങ്കിലും അവനൊരു പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ അവളായിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ കോളേജ് എൻട്രൻസ് എക്സാം എന്നത് അവൾക്ക് ഇപ്പൊ വലിയ തലവേദനയാണ്. അതുകൊണ്ട് തന്നെ വേണ്ട ഈ പാസ്റ്റ് കുടുങ്ങി കിടന്നാൽ ഞാൻ ഇനി അതൊക്കെ എഴുതി കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് തിരിച്ച് ഫ്യൂച്ചറിൽ തന്നെ പോകണമെന്ന് കരുതി അവൾ ഫോൺ എടുത്ത് മെസ്സേജ് ഡിലീറ്റ് ചെയ്തപ്പോഴല്ലേ പാസ്റ്റിലേക്ക് വന്നത്. അപ്പോൾ ആ രീതിക്ക് വല്ലതും തിരിച്ച് ചെയ്താൽ ഫ്യൂച്ചറിലേക്ക് ചെല്ലുമെന്ന് കരുതി പലതും ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ സക്സസ് ആവുന്നില്ല. അവൾ ആകെ അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് വായിക്കാനായി തുടങ്ങുന്നവൾ ലൈറ്റ് ഹൗസിൽ നടന്ന എന്തോ ഒരു സംഭവത്തെ പറ്റിയാണ് ആ മെസ്സേജ് എന്ന് ചെറുതായി ഒന്ന് കാണുന്നുണ്ട്. പക്ഷെ അത് വായിച്ച് തീരും മുന്നേ അവളുടെ തിരിച്ച് അവളുടെ പ്രസന്റ് ടൈമിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ടീം അവൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. കോളേജ് എൻട്രൻസ് എക്സാം എഴുതാതെ അവൾ പാസ്റ്റിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കിയാലും ഫ്യൂച്ചറിൽ അവളുടെ ആ കാര്യങ്ങളിലൊന്നും യാതൊരു മാറ്റവും വരുന്നില്ല എന്ന്. അപ്പൊ തന്നെ അവളുടെ കൈ തട്ടി ചേട്ടൻ അവൾക്ക് കാര്യമായിട്ട് ഉണ്ടാക്കി കൊടുത്ത ഫുഡിന്റെ ബൗള് താഴെ വീണ് പൊട്ടുന്നുണ്ട്. അമ്മയാണെങ്കിൽ അവളോട് ആ ശബ്ദം കേട്ടെത്തി ഭയങ്കരമായി ഷൗട്ട് ചെയ്യുമ്പോൾ ചേട്ടനാണ് അമ്മയെ സമാധാനിപ്പിച്ച് അതൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ തന്നെ. അവൾ കുറച്ചുകൂടെ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്താൽ അമ്മയ്ക്കൊക്കെ തന്നോടുള്ള ആറ്റിറ്റ്യൂഡിലും ഒരു മാറ്റം വരുമെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒളിച്ചോടിയിട്ട് കാര്യമില്ല. പാസ്റ്റിലേക്ക് തന്നെ ചെന്ന് കോളേജ് എൻട്രൻസ് എക്സാം ഒക്കെ നല്ല രീതിയിൽ എഴുതി പരീക്ഷ പാസ് ആവണമെന്ന് അവൾ ഫുഡ് കഴിച്ചുകൊണ്ട് പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അമ്മയാകട്ടെ അപ്പൊ കണ്ട ഒരു ന്യൂസിനെ പറ്റി അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. 18 വയസ്സുള്ള ഒരാള് പേരന്റൽ പ്രഷർ കാരണം ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയായിരുന്നു അത്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുന്നേ നീ സ്കൂളിൽ പഠിക്കുന്ന ടൈമും നിന്റെ അതേ സ്കൂളിലെ ഒരു പയ്യൻ ലൈറ്റ് ഹൗസിന്റെ മണ്ടയ്ക്ക് കോളേജ് എൻട്രൻസ് എക്സാം കഴിഞ്ഞ ഉടനെ ആത്മഹത്യ ചെയ്തിരുന്നല്ലോ. നിനക്ക് ആ ന്യൂസ് ഓർമ്മയില്ലേ? അവൻ മരിക്കുന്ന ടീം ഈ പെൺപിള്ളേരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പിങ്ക് ഹെയർ ആക്സസറി അവന്റെ ബോഡിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ എന്താ അല്ലെന്നൊക്കെ അമ്മ ഇരുന്ന് പറയുമ്പോൾ അവൾ അതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്തായാലും അന്ന് അവൾക്ക് ജോലിക്ക് പോകാൻ ടൈം ആകുമ്പോൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും ആ ജോലി അവൾക്ക് ഒട്ടും തന്നെ സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. ലൈഫിൽ നല്ലൊരു ചേഞ്ച് വരണം. എന്തായാലും തനിക്ക് പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നല്ല രീതിയിൽ ആ ഒരു എൻട്രൻസ് എക്സാം പഠിച്ചെഴുതി നല്ല കോളേജിൽ അഡ്മിഷൻ നേടിച്ച് നല്ല രീതിക്ക് ഫ്യൂച്ചർ മാറ്റിയെടുക്കാൻ ട്രൈ ചെയ്തുകൂടാ എന്നൊരു ചിന്ത വരുന്നവൾ എൻട്രൻസ് എക്സാമിന് വേണ്ടി പഠിച്ചത് പാസ് ആവാൻ വേണ്ടി ടൈം ട്രാവൽ ചെയ്യാനായി തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പൊ വീണ്ടും പാസ്റ്റിലേക്ക് പോകാനായി പഴയ ആ ഫോൺ എടുത്ത് ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഥയുടെ തുടക്കത്തിൽ ലൈറ്റ് ഹൗസിൽ നിന്ന് ഒരു പയ്യൻ താഴേക്ക് വീഴുന്നത് കണ്ടിരുന്നില്ലേ? ആ പയ്യന് ഈ സാങ്ങിന്റെ അതേ മുഖമില്ലേ, പഠിപ്പി പയ്യനായ സാങ്ങിന്റെ അതേ മുഖഷേപ്പ് ഉണ്ടായിരുന്നു. അപ്പോ അവനായിരിക്കോ ആ ലൈറ്റ് ഹൗസിൽ നിന്ന് വീണു മരിച്ചെന്ന് ലിന്നിന്റെ അമ്മ പറഞ്ഞ പയ്യൻ? എങ്കിൽ എന്താണ് അവന് സംഭവിച്ചത്? പാസ്റ്റിലേക്ക് വന്നിരിക്കുന്ന ലിന്നിന് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്ന സാനിനെ കംപ്ലീറ്റ് ആയി അവളുടെ ലൈഫിൽ നിന്ന് മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ശേഷം എന്ത് സംഭവിച്ചു എന്നതൊക്കെ വളരെ രസകരമായി പറഞ്ഞ ഈ കഥയുടെ ബാക്കി ഭാഗം മൂവി മാനിയ റീലോഡഡ് എന്ന നമ്മുടെ ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ബാക്കി എപ്പിസോഡ്സ് മിസ്സാക്കാതെ കാണാനായി നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.